ഓം ശാന്തി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഇന്ന് നമുക്ക് നമ്മുടെ ആധ്യാത്മികമായ ക്ലാസ്സില് രാജയോഗ ധ്യാനം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? രാജയോഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവർക്കും ജീവിതത്തില് പല പല തലങ്ങൾ, പല പല കാലങ്ങളുണ്ട്. അതില് രാജയോഗം ഓരോ യോഗങ്ങളും കാണിക്കാറുണ്ട്. കർമ്മയോഗം എന്നൊക്കെ പറയുമ്പോ തന്നെ ഭക്തിയോഗവും കർമ്മയോഗവും ഒക്കെ കാണുമ്പോഴും അതില് രാജയോഗത്തിന് ഇത്ര പ്രാധാന്യം, അതായത് ഏറ്റവും അവസാനമായ സമയത്തെയാണ് നമുക്ക് രാജയോഗ ധ്യാനത്തിനുള്ള അവസരവും കിട്ടൂ. കാരണം നമ്മൾ തന്നെ രാജകീയമായ, അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിന്റെ രീതിയിൽ നമ്മൾ പറഞ്ഞുവല്ലോ, ശരീരം എന്നുള്ള ഒരു വസ്ത്രം, ശരീരം എന്നുള്ളൊരു ശ്രീകോവിലില് ഞാൻ ആത്മാവ് സ്വരാജ്യാധികാരിയിൽ ഇരിക്കാൻ കഴിയുന്നത് രാജയോഗദാനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. കാരണം ഞാൻ ആത്മാവ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോരിക്കലും പറയുമ്പോഴും, കാരണം ഈ ഒരു തത്വം അറിയില്ലെങ്കിൽ നമുക്ക് ബാക്കി ഒന്നിലേക്കും കിട്ടില്ല. നമ്മൾ വെറൊരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോകും. അപ്പൊ ആ സാധാരണയില് ഒരു അസാധാരണത്തെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാജയോഗ ധ്യാനം നമുക്ക് നമ്മളുടെ ഉള്ളിലത്തെ ദുർബലതകളെ സന്യസിക്കാൻ, ദുർബലതകളെ നമ്മളിൽ നിന്ന് ഇല്ലാതെയാവാൻ, ആ ദുർബലതകളെ അതിജീവിച്ച് നമ്മുടെ ഗുണങ്ങളിലൂടെ ജീവിക്കാനുള്ള ആദ്യത്തെ പടിയാണ് ഞാൻ ആത്മാവ് ഈ ശരീരമാകുന്ന എന്റെ സ്വരാജ്യത്തിന്റെ അധികാരി. എന്റെ ജ്ഞാനേന്ദ്രിയങ്ങളാവട്ടെ, എന്റെ സൂക്ഷ്മേന്ദ്രിയങ്ങളായിട്ടുള്ള മനസ്സ്, ബുദ്ധി ആവട്ടെ, കർമ്മേന്ദ്രിയങ്ങളായിട്ട് ഈ ശരീരത്തിലൂടെ നമ്മൾ ചെയ്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടി വരുന്ന കർമ്മേന്ദ്രിയങ്ങളാവട്ടെ, ഞാൻ ആത്മാവ് അധികാരി സ്ഥിതിയില് ആദേശങ്ങള്, ഓർഡറുകള്, നിർദ്ദേശങ്ങള് കൊടുക്കുമ്പോ മാത്രം ചെയ്യേണ്ടത്. ഞാൻ അറിയാതെ എന്റെ മനസ്സ് അങ്ങോട്ട് പോവില്ല, ഞാൻ അറിയാതെ എന്റെ കണ്ണ് അങ്ങോട്ട് പോവില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് മാത്രം ഞാൻ സ്മെല് ചെയ്യണത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സില് എനിക്കൊരു ശുദ്ധമായ മണം, എവിടെയോ വിടർന്നിട്ടുള്ള ആ അമ്പൽപ്പൂവിന്റെ മണം, ഏതാണോ പവിഴമല്ലിയുടെ മണം, റോസാപ്പൂവിന്റെ മണം, എവിടുന്നോ എനിക്ക് ആ മണം വരുന്നു. കാരണം എത്രയോ മണങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലാ മണങ്ങളും പോവാൻ വേണ്ടി നല്ലൊരു സുഗന്ധമായിട്ടുള്ളത് ചന്ദനത്തിരി കത്തിച്ചിട്ട് നമ്മൾ അവിടെ നല്ല വാസന പൂരിതമാക്കാറുണ്ട്. അതേപോലെ നമുക്ക് നല്ലതിനെ സ്വീകരിക്കാനുള്ള ഒരു കഴിവ്, അതും നമുക്ക് നോക്കണം. അത് ഓരോ ഇന്ദ്രിയങ്ങളും, നമ്മുടെ ശരീരത്തിന് പലതുണ്ട്, പക്ഷെ അതിനെയെല്ലാം നല്ലതിലേക്ക് ഏകീകരിക്കാൻ ഈ രാജ്യപദവിയിലുള്ള ആത്മാവിന് മാത്രമേ സാധിക്കൂ. ആ സ്വരാജ്യ അധികാരിയായിരുന്നിട്ട് ഈ ലോകത്തിന്റെ തന്നെ, വിശ്വത്തിന്റെ തന്നെ നാഥനായ ഈ ആത്മലോകത്തില്, ബ്രഹ്മാണ്ടത്തിലിരുന്ന്, കാരണം പ്രകൃതിയിൽ എല്ലാവർക്കും കൊടുക്കണം, 3 ലോകത്തിനും അധീപനായിട്ട്, 3 ലോകത്തിന്റെയും മുകളിലിരിക്കുന്ന ആ പരം ആത്മാവായ ചൈതന്യത്തിൽ നിന്ന് നമുക്ക് എല്ലാം നേടാൻ എന്റെ അധികാര സ്ഥിതിയാണ് നമ്മളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നോക്കൂ, ഈ ഒരു ലോകം നോക്കൂ, നമുക്ക് 3 ലോകങ്ങള് കാണിക്കുന്നുണ്ട്. ഇത് സാകാരമായ ഭൂമി, അതിനപ്പുറം ഒരു സൂക്ഷ്മ ലോകമുണ്ട്, അതില് ബ്രഹ്മലോകമുണ്ട്. നോക്കൂ, ഈ ബ്രഹ്മാണ്ടത്തിലിരുന്ന ഓരോ ആത്മചൈതന്യങ്ങളാണ് ഈ സാകാരമായ ഭൂമിയില് വന്ന് ഓരോ ശരീരം എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും ആ ശാന്തിധാമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള ആ അറിവിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പോയി ആ ശാന്തിയുടെ നിറവ് എന്നിലേക്ക് നിറയ്ക്കണം. അതുപോലെ തന്നെ ബ്രഹ്മാണ്ടനാഥനായിട്ടുള്ള ഈശ്വര സന്നിധിയില് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ആത്മചൈതന്യങ്ങളായിട്ട് ഭഗവാന്റെ കഴുത്തിലെ മാലയായിട്ടാണ് നമ്മൾ ഇരുന്നിരുന്നത്. അവിടുന്ന് ഓരോരുത്തരാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക്
വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമ്പോ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ആ ചൈതന്യത്തിനെ നമുക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞാലോ, ഈ സാകാര ഭൂമിക്ക് നമുക്ക് ഇത്രയും അറിയാം. ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സ്, സൂര്യചന്ദ്രൻ, ഇവിടെയൊക്കെ നമ്മുടെ സയൻസുകൾക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതുപോലെയുള്ള ഒരു സൂക്ഷ്മ ലോകത്തിലാണ് നമ്മുടെ ത്രിമൂർത്തി, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് ത്രിമൂർത്തിക്ക് നാഥനായിട്ടുള്ള പരമേശ്വരനെയാണ് സർവത്ര എല്ലാവരും ദൈവം എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മ പരിപാലന, ഈ സൂക്ഷ്മ ലോകത്തുനിന്ന് നമുക്ക് ബ്രഹ്മ വിഷ്ണു ശങ്കരനിലൂടെ നമുക്ക് നടക്കുമ്പോഴും, നമുക്ക് ആരെ പാലിക്കുമ്പോഴും, പക്ഷെ നമ്മൾ ആരിൽ നിന്നാണ് ശരിക്കും ഗുണങ്ങളും ശക്തികളും ഞാൻ ആരുടെയാണ് എന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സ് സ്വരാജ്യാധികാരി സ്ഥിതിയിലിരുന്ന് ഞാൻ ആത്മാവ് പരംധാമത്തിലുള്ള ബ്രഹ്മാണ്ടത്തിലിരുന്ന നിർവാണധാമത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ അരുമയോടുകൂടി ചെന്നാലെയാണ് നമുക്ക് അച്ഛന്റെ മുന്നില് പരമാത്മാവായ അച്ഛന്റെ മുന്നില് പരംപിതാവായ അച്ഛന്റെ മുന്നിൽ എനിക്ക് സ്ഥാനമുള്ളൂ. ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആത്മാവ് ചൈതന്യമായി പവിത്രമായി ഞാൻ എങ്ങനെയാണോ ആദ്യ സമയത്ത് ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അതുപോലെ വേണം തിരിച്ചു പോവാൻ. നമ്മൾ എന്തൊക്കെ മനസ്സും ബുദ്ധിയും വെച്ച് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്തത് അതിന്റെ പ്ലസും മൈനസുകളും, മൈനസ് വന്നാൽ പ്ലസ് എന്ന് ബാലൻസ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മൈനസുകൾ ഇല്ലാതെ കണ്ട്, അതായത് പറയും കർമ്മത്തിന്റെ കണക്കുകളെല്ലാം നമുക്ക് തീർക്കാൻ ഉള്ളൊരു സ്ഥലമാണ് ഈ കർമ്മ ഭൂമിയായിട്ടുള്ള ഈ ഭൂമി. ഈ ലോകത്തിൽ വരുമ്പോ നമ്മൾ ഒന്നും ചെയ്യാതെ ബുദ്ധാവസ്ഥയിൽ തന്നെ ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ നമ്മളത്. പക്ഷെ അതുകൊണ്ടാണ് യോഗികൾ ഈ പഞ്ചതത്വങ്ങളെ ഈ ആത്മീയ ഫലം കൊണ്ട് യോഗത്തിലൂടെ ബാലൻസ് ഭൂമിക്ക് കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കലികാലത്തിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോ നമ്മുടെ എല്ലാവരുടെയും ബാലൻസ് എവിടെയെങ്കിലും ഒരു തവൻ ചെയ്യുന്ന ഒരു യോഗിക്ക് സാധിക്കില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ, ഓരോ ദിവസത്തിന്റെ പ്രഭാതത്തിൽ തന്നെ ഞാൻ എന്റെ ബാലൻസ് കീപ്പ് ചെയ്യണം. എന്റെ ബാലൻസ്, എന്റെ തീരുമാനം, എന്റെ നിർണയവും എപ്പോഴും ആ സ്പ്രിംഗ് ബാലൻസ് നമ്മൾ എന്താ ചെയ്യുക, സമത്തിലാക്കണം, സമബാലൻസ്. കാരണം ഞാൻ ആത്മാവ് ജീവാത്മാവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആത്മാവിന് എത്ര ശക്തി ഉണ്ടോ അതുപോലെ ശരീരത്തിലൂടെ ആ ശക്തിയെ ഒരുപോലെ ഈക്വലായിട്ട് ബാലൻസ് ആയിട്ട് സമമായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴേ ഉള്ളൂ. കാരണം അവിടെ വന്നിട്ട് സ്വരൂപിച്ച് വെക്കാനുള്ളതുമല്ല, അത് ഈ ശരീരത്തിലൂടെ നിർവഹണം ചെയ്യണം. ആ നിർവഹണം ചെയ്യാൻ പക്ഷേ നമുക്ക് ഭഗവാനിൽ നിന്ന് ശ്രീമതങ്ങൾ കിട്ടണം. ഭഗവാനിൽ നിന്ന് ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ എപ്പോഴും നമ്മുടെ എങ്ങനെയാണോ ഒരു ബാറ്ററിയില് ചാർജ് പോയിക്കൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ കർമ്മം ചെയ്യുമ്പോ ബാറ്ററിയത്തെ ചാർജ് പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെ അതിന് എപ്പോഴും റീഫില്ല് ചെയ്യണത് എപ്പോഴായിരിക്കണം, പരമാത്മാവായ ഈശ്വരീയ ശക്തി സാഗരിൽ നിന്നായിരിക്കണം. അപ്പോഴേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കാരണം ഈ ഫലങ്ങൾ ഇല്ലാതെ ദുർബലാവും. ദുർബലം വന്നാൽ നമ്മൾ ഫാറ്റീഗ് പറഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മളെ ബാലൻസ് ചെയ്യേണ്ടത് ദിവസവും നമുക്ക് എപ്പോഴാണ് ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴാണ്. കർമ്മം ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമ്മള് ദൈവപ്രാർത്ഥന അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ അമ്പലത്തില് പൂജാരി എത്ര അമൃതവേള 3 മണിക്ക് നട തുറക്കണമെങ്കിൽ 2:30 അദ്ദേഹത്തിന്റെ ജപവും തപവും തുടങ്ങി തന്റേതായ ശുദ്ധികളെല്ലാം മാറ്റി മറ്റുള്ളവർക്ക് ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സാന്തരം വരട്ടെ, മനസ്സിന്റെ ഉള്ളിൽ ഒരു അന്തരീക്ഷം വരുത്താൻ വേണ്ടി അദ്ദേഹം ആ കോവിലകവും ശുദ്ധി ചെയ്ത് ആ കോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ദേവനെ അലങ്കരിച്ച് നമുക്ക് സുഖവും ശാന്തിയും കൊടുക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം നമുക്ക് നിമിത്തമായിട്ടുള്ള ഓരോ സിഗ്നൽസ് ആണ് അല്ലെ. നമ്മൾ ട്രാഫിക്കിൽ പോകുമ്പോൾ ട്രാഫിക് കൺട്രോളിലെല്ലാം പല ചിഹ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളെ പല ഓർമ്മകളിലേക്ക് എത്തിക്കാനും പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. പ്രഭാതത്തിൽ ഞാൻ ബാലൻസ് ആയിട്ട് എന്റെ ഉള്ളിലുള്ള ശക്തികൾ ഞാൻ നിറച്ച് ഞാൻ ഇന്ന് എന്റെ കർമ്മത്തിലേക്ക്, മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ കർമ്മ മണ്ഡലത്തില് ഓരോ ശക്തികൾ നമ്മുടെ ഗുണത്തിന് ആധാരമായ ശക്തികള് പ്രവർത്തിക്കുമ്പോഴാണ് ആകത്തുക നമ്മുടെ ഒരു കർമ്മമാവുന്നത്. കർമ്മം എന്ന് പറയുമ്പോൾ ഒരിക്കലും വികർമ്മമാകരുത്. കാരണം വികാരത്തിലൂടെ ശരീരത്തിന്റെ മാത്രം ബോധത്തിലാണെങ്കിൽ നമ്മുടെ ദുർബലതകളോടെ ഏത് കർമ്മം ചെയ്താലും അത് വിനാശത്തിലേക്ക് എത്തും.
വിപരീത ബുദ്ധി വിനയന്തി അല്ലെങ്കിൽ വിനാശത്തിലേക്ക് എത്തിക്കുന്ന വിനശന്തി എന്ന് പറയും. ആ വിനാശത്തിലേക്ക് എത്താതെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടേതായ ഉള്ളിന്റെ തലം എപ്പോഴും വൈകാരികതയ്ക്കപ്പുറം ഗുണങ്ങൾ നിറഞ്ഞിരിക്കണം. ഈ ദുർവികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാതെ കണ്ട് നമുക്കൊന്നും ചെയ്യാം. അപ്പൊ ആ വിചാരധാരകളെല്ലാം എന്തായിരിക്കണം? ഈശ്വരാർപ്പണമായി ചെയ്യുന്നതായിരിക്കണം. അതിന് നമുക്ക് നോക്കൂ, ഈ രാജയോഗ ധ്യാനം എന്ന് പറയുന്നത് ഈ ഒരു തത്വം ഇതുപോലെ നോക്കിയാലറിയാം. കാരണം ആ ബ്രഹ്മാണ്ടത്തിലിരിക്കുന്ന ഒരു ശക്തി ഞാൻ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ്. എന്റെ ഇരിപ്പിടം എന്താ? എന്റെ ബാലൻസ് ആയിട്ട് എന്നെ നിർത്തുന്നതാണ് എന്റെ ഗുണങ്ങളും പവിത്രതയായിട്ടുള്ള ഓരോ ഗൃഹസ്ഥാധർമ്മത്തിലും നമ്മള് വൃത്തിയില് നമ്മൾ എവിടെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ആ ബാലൻസിൽ തന്നെ നമുക്കിരിക്കണം. ഒരു പീഠത്തിന്റെ മുകളിലായിരിക്കണം. ഒരു പീഠത്തിന്റെ ഒരു കാല് തളർന്നാൽ എങ്ങനെയായിരിക്കും? ബാലൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ അഷ്ടശുദ്ധികളാണ് നമ്മുടെ ശരിയായിട്ടുള്ള ബാലൻസ് കീപ്പിക്കണം. അങ്ങനെ ശുദ്ധികൾ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു രാജയോഗ ധ്യാനത്തില് ശുദ്ധിയോട് പോസിറ്റീവാണ്, പോസിറ്റീവിനോട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അഷ്ടശുദ്ധികളോട് കൂടി ഞാൻ ഇവിടെ ഇരിക്കുന്നു, ആത്മാവിന്റെ ഓർമ്മ പരമാത്മാവിന്റെ തത്വത്തിലേക്ക് പോകുന്നു. അവിടുന്ന് നമുക്ക് ധ്യാനത്തിലൂടെ ശക്തികളും ഗുണങ്ങളും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ധ്യാന അവസ്ഥയിലേക്ക് നമുക്ക് പോവാൻ എന്ത് വേണം? അഷ്ടശുദ്ധികൾ നമ്മുടെ ഉള്ളിൽ വേണം. അഷ്ടശുദ്ധി എന്ന് നമ്മൾ വിചാരിച്ചു നോക്കൂ, ശരീരത്തിന്റെ ബോധത്തിൽ നമ്മൾ ശരീരത്തിനെ വൃത്തിയാക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളെല്ലാവരും ഇപ്പൊ എന്തായി? ആത്മബോധത്തിലിരിക്കുന്നവരായി. അപ്പൊ ആത്മാവിന്റെ ശുദ്ധീകരണം തന്നെയാണ്. ആത്മാവിന് എന്തൊക്കെ പോഷണങ്ങളാണോ കൊടുക്കുന്നത് അതെല്ലാം ശുദ്ധിയില്. ആത്മാവ് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം അഷ്ടശുദ്ധി. എല്ലാ ശുദ്ധികളും പാലിക്കുമ്പോഴേയാണ് അഷ്ടഗുണങ്ങൾ നമ്മൾക്ക് വരും. ആ അഷ്ടഗുണങ്ങളാണ് അഷ്ടശക്തി. അപ്പൊ നോക്കൂ, ശുദ്ധി വേണം. ക്ഷേത്രാചാരങ്ങൾ പ്രകാരം ഇത്ര ശുദ്ധി കലശങ്ങൾ ചെയ്ത്, ഒരു അശുദ്ധി വന്ന ശുദ്ധി കലശങ്ങൾ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? വീണ്ടും ഒരു നിർമ്മാണം വരെ ചെയ്യണ തരത്തിലുള്ളത് വരെ ചെയ്യാൻ. കാരണം അശുദ്ധികളുള്ള സ്ഥലത്ത് ഒരിക്കലും ഒരു ഈശ്വരീയ സങ്കല്പത്തിന് ഉറവെടുക്കാനേ പറ്റില്ല. പിന്നെ ആ ഉറവുന്നല്ലേ നമുക്കെല്ലാം നിറവ് കിട്ടുന്നത്. അപ്പൊ ക്ഷേത്രത്തിന്റെ ശുദ്ധി ചെയ്യിക്കാൻ ഒരുപാട് ഒരുപാട് യോഗികളായിട്ടുള്ള തന്ത്രികളൊക്കെ അവിടെ ചെയ്താലും എന്റെ ഉള്ളിലെ തന്ത്രവും മന്ത്രവും ഞാൻ തന്നെ ചെയ്യണം. അതൊരു വഴിപാടുകൊണ്ട് ഒരിക്കലും കിട്ടുന്നതല്ല, മറ്റൊരാളല്ല. നമ്മൾ അഷ്ടശുദ്ധി ഉള്ളതാവണം. ആദ്യത്തെ ശുദ്ധി എന്തായിരിക്കണം? ആത്മശുദ്ധീകരണം നടത്തണം. ആത്മശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിന്റെ ശുദ്ധി. മനസ്സ് എപ്പോഴും ശുദ്ധമായ കാര്യങ്ങളിൽ മാത്രം. അതിനാണ് നമ്മൾ കേട്ടുകൊണ്ടേ മനസ്സുകൊണ്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ വായിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ, രാമായണങ്ങൾ, ഗീത എല്ലാം വായിച്ചുകൊണ്ടിരിക്കണം. മനസ്സിന്റെ ശുദ്ധി വരെ. അപ്പൊ മനസ്സിന്റെ ശുദ്ധി ആവുമ്പോ നമുക്ക് എന്തായി? സങ്കല്പത്തിൽ ശുദ്ധി. മനസ്സ് സൃഷ്ടിക്കുന്നതാണ് സങ്കല്പങ്ങള്. സങ്കല്പത്തില് നമുക്ക് ശുദ്ധി വരണം. ഞാൻ ചീത്ത കാര്യങ്ങൾ ചിന്തിച്ച പിന്നെ അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മനസ്സ് സങ്കല്പത്തിൽ ശുദ്ധി, വിചാരത്തിൽ ശുദ്ധി. എന്ത് ഞാൻ ചിന്തിക്കണോ ശുദ്ധിയുള്ളതേ ഉള്ളൂ. കാരണം കണ്ടതും കേട്ടതും ഒക്കെ ആക്കിയിട്ടുള്ള ചുവപ്പ് കൊട്ടയാണോ നമ്മുടെ മനസ്സ്? അല്ല. ഞാൻ എപ്പോഴും ശുദ്ധീകരണം നടത്തുന്ന സദാസമയവും വീഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ഉള്ളിൽ എന്തൊക്കെ വന്നു അതിനെ ഞാൻ വീഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വിചാരശുദ്ധിയുണ്ട്, വാക്കിന്റെ ശുദ്ധിയുണ്ട്, ശരീരത്തിന്റെ ശുദ്ധിയുണ്ട്. അടുത്തതാണ് ഭക്ഷണശുദ്ധി. ഭക്ഷണശുദ്ധിയുണ്ട്. എന്തും സാത്വികമായ ഭക്ഷണം മാത്രമേ ആത്മാവിന് പോഷണമാവുള്ളൂ. ബാക്കി മുഴുവൻ ഈ അന്നമയ കോശത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യും. കാരണം ഇതിലാണ് രോഗം വരുന്നത്. ഈ രോഗം ഉണ്ടാവാതിരിക്കാൻ അഫക്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കാണുന്നത് ശരീരത്തിന്. മനസ്സിന്റെ രോഗം ശരീരത്തിന് അഫക്ട് ചെയ്യില്ല. അപ്പൊ ഈ ശരീരത്തിനെ അനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആത്മാവിനനുസരിച്ചിട്ടുള്ള സാത്വിക ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. ഭക്ഷണത്തില് നമ്മുടെ ക്രയവിക്രയങ്ങൾ നടത്താൻ നമുക്ക് എന്താ പറയണ്ടേ? സത്സംഗങ്ങളോടാണ്, കൂട്ടുകൂടേണ്ടവരോടെ കൂടാവൂ. അതുപോലെ സമ്പർക്കങ്ങളിലും ക്രയവിക്രയങ്ങളിലും ഉണ്ടാവണം. അങ്ങനെ വേണം നമ്മുടെ കർമ്മശുദ്ധി വരുത്താൻ. ഇത്രയൊക്കെ നമ്മുടെ കർമ്മത്തിലാണ് ഇതെല്ലാം റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കർമ്മത്തിനെ ശുദ്ധീകരിക്കുമ്പോൾ മാത്രമാണ് സത്കർമ്മങ്ങളായിരിക്കുന്നത്. അല്ലെങ്കിൽ അത് വികർമ്മങ്ങളായി പോകും.
അപ്പൊ ഞാൻ സത്കർമ്മങ്ങൾ ചെയ്യാൻ എന്റെ മനസ്സ്, എന്റെ സങ്കല്പം, എന്റെ സങ്കല്പം, എന്റെ ചിന്ത, എന്റെ വാക്ക്, എന്റെ ശരീരത്തിന്റെ, എന്റെ കൂട്ടുകൂടേണ്ടവരോട് ക്രയവിക്രയങ്ങൾ, ആരോടൊക്കെ പൈസ മണി എന്ത് ഞാൻ ചെയ്യണു ഒക്കെ ശുദ്ധമായത്, കൂട്ടുകൂടേണ്ടതും ഞാൻ ചെയ്യുന്ന കർമ്മത്തിലെ ശുദ്ധി. അതെങ്ങനെ ഇരിക്കണം? അന്നം പോലെ ആയിരിക്കും മനം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിനൊക്കെ ആധാരാണ് ഈ ശരീരത്തിന്. ഇതൊരു ക്ഷേത്രം പോലെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും നമ്മള് അഴുക്കുള്ളതിനെ കൊണ്ടിട്ട് നിറയ്ക്കാൻ പാടില്ല. അഴുക്കുകൾ നിറച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? മറ്റുള്ള മാംസഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താ, ഈ മാംസങ്ങളും ശവങ്ങളൊക്കെ മണ്ണിന്റെ അടിയിലിട്ടിട്ട് മണ്ണിനോട് ലയിപ്പിക്കുകയാണ്. പക്ഷെ ഇതിപ്പോ ജീവസുള്ളതല്ലേ? ജീവസുള്ളതാണ് ഇതില് നമുക്ക് എത്തണം. അപ്പൊ ജീവസ് എന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങളൊക്കെ ജീവസുള്ളതാണോ? അതുപോലും നമ്മുടെ സസ്യത്തിന്റെ പോലും ഒരു സാധനം നമ്മളെടുത്ത് ഭക്ഷിക്കണമെങ്കിൽ, അഥവാ ഒരു പശുവിന്റെ ഒരു പാല് നമ്മൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ പശുവിന്റെ സമ്മതത്തോടു കൂടി എന്റെ ജീവൻ നിലനിർത്താൻ നീ സഹായിക്കുമോ? ഒരു പശുവിനറിയാം എന്നെ വളർത്തുന്നത് പാലിനാണ്. എന്നിരുന്നാലും നമ്മൾ എത്ര സ്നേഹം കൊടുക്കും, കഞ്ഞി കൊടുക്കും, കുടിപ്പിക്കും, ഉഴിയും തലോടും. നമ്മളും പശുവും തമ്മിൽ എത്ര ഒരു അഭേദ്യത. ഗോമാതാവ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ പാല് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മള് പശുവിന്റെ പാലാണ് പിന്നെ ഏറ്റവും ശുദ്ധിയുള്ളത്. ശരിക്കും നല്ല പുല്ലുകൾ കഴിച്ചിട്ടുള്ള കറുകപ്പുല്ലുകളെ പോലുള്ള പുല്ലുകളാണ് ഏറ്റവും അധികം ഇഷ്ടം. കറുകപ്പുല്ല് നമ്മുടെ ബുദ്ധിക്ക് വളരെയധികം നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാവരും ആത്മസ്വരൂപത്തിൽ ആത്മാവിനെ പറ്റി നോക്കുമ്പോൾ ഉള്ളിലുള്ള ചിന്തകളെ, വികാരങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടോ അത് ആത്മാവിന് എത്രത്തോളം പോഷണം ഉണ്ടാവാതെ. അതേപോലെ തന്നെയാണ് ഒരു സസ്യത്തിന്റെ ഒരു ഫലം നമ്മൾ എടുക്കുമ്പോൾ ആ ഫലം വീണു പോവുക ചെയ്യുക. ആ ഫലത്തിനെ നമ്മള് മൂത്തിട്ട് ഇളം പിഞ്ചുകളെ നമ്മൾ നശിപ്പിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത് മൂത്ത പഴമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മൂത്ത സമയത്ത് ഇനി അതിന് വിത്ത് ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് എടുക്കാം. അപ്പൊ തന്നെ നമ്മൾ അതൊരു വിത്ത് കുഴിച്ചിട്ടാല് അതുപോലെ 1000 ചെടികളെ നമുക്ക് ഉണ്ടാക്കാന്ന് അവരോടൊരു വാക്കും കൊടുത്തിട്ടാണ് അതിന്റെ ഫലങ്ങള്, അതിന്റെ ഫ്രൂട്ട്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അഥവാ എന്തെങ്കിലും ആവശ്യം ഒരു ചെടിയായിട്ട് നമ്മൾ ആക്കുന്നെങ്കിൽ ഒരു ചെടി പൊട്ടിക്കുന്നതോടുകൂടി അടുത്തൊരു ചെടി നടണം. അപ്പോഴേ ഇതെല്ലാം പ്രകൃതിയിൽ ബാലൻസ് ആവും. നമുക്ക് ആക്കാൻ ചില സമയത്ത് നമുക്ക് മരം മുറിക്കേണ്ടി വരും. മരം മുറിക്കുമ്പോൾ മരത്തിനോട് പോലും ചോദിച്ച് എന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നിന്നെ സത്കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു അറിവ് കൊടുത്ത് അനേക കാലങ്ങൾ നിന്നെ ഓർമ്മിക്കും. കാരണം നമുക്കറിയാം ഒരു നല്ലൊരു എന്റെ മുറ്റത്തെ മാവിനെ ആ മാവ് വെട്ടിയാൽ നമുക്ക് ദുഃഖാണ്. ആ മാവിരുന്ന സ്ഥലത്തിന് നമ്മൾ അത്രയും കൊടുക്കും. അതുപോലെ ഒരു തെങ്ങ് നോക്കൂ, കേരവൃക്ഷത്തിനെ പറ്റി കേരളീയർക്ക് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു തെങ്ങ് മുറിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യരെ, ഒരു ജീവസിനെ കളയണ. എനിക്ക് തന്നെ ഒരു ഉണ്ടായി. എന്റെ കിണറിന്റെ ഉള്ളിലേക്ക് എപ്പോഴും തേങ്ങ വീണിട്ട് കേട് വന്നിരിക്കുക കിണറ്. അപ്പൊ ആ തെങ്ങാണ് കേട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാക്കി തന്നു എല്ലാവരും കൂടി. പക്ഷെ ആ തെങ്ങിനെ മുറിക്കാൻ, നമ്മളൊരു കേരവൃക്ഷത്തിനെ മുറിക്കുമ്പോൾ ശരിക്കും ഒരു ജീവസുള്ള നമ്മളെ എല്ലാവരും പരിപാലിച്ചും കൊണ്ടിരിക്കണം. ഒരിക്കൽ പോലും അതിന്റെ ഒരു മനുഷ്യന്റെ തലയിലേക്ക് വീണിട്ടോ ഒന്നും ഉപദ്രവിക്കാത്ത അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്. എന്നിരുന്നിട്ടും ആ കിണർ വൃത്തിയാക്കാൻ എല്ലാം ആക്കി. ആ സമയത്തിന്റെ അതിന്റെ അവസാനം കിണറെല്ലാം വൃത്തിയാക്കി 4 പുറം ആൽമറയൊക്കെ കെട്ടി എല്ലാം ചെയ്ത സമയത്ത് ആ തെങ്ങ് സ്വമേധയാ വീണു. ഇത് ഉണ്ടായതാ, എന്റെ വീട്ടിൽ ഉണ്ടായതാ. സ്വമേധയാ വീണു. അത്ഭുതം പറ്റി. ഞാൻ ആ പടവുകൾ ആൽമറയൊക്കെ കെട്ടിന് ഒന്നും കേടുവരുത്താതെ, കാരണം അതിന്റെ ഇരുമ്പിന്റെ നല്ല അടപ്പും കൂടി ആയപ്പോഴേക്ക് അതിന്റെ തല വീണ്. എങ്ങനെയാണ് അതിന്റെ ഖനമുള്ള ഭാഗങ്ങളൊക്കെ മറ്റു ഭാഗത്താക്കി ഒന്നും കേടുവരാത്തൊരു ശബ്ദം മാത്രം. അതിൽ കുഞ്ഞു തേങ്ങാ കൊലകൾ, അതിന്റെ ഒരു തേങ്ങയുടെ ഇളനീര് പോലും ഞാന് കളയാതെ അതിന് ഭവ്യമായിട്ട് അത്ഭുതം തോന്നി. കാരണം ഒരു വൃക്ഷത്തിന് നമുക്ക് എത്ര സ്നേഹത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് പറയുന്നു. ഈ പറഞ്ഞതെല്ലാം കേട്ടു. നമ്മൾ കണി കാണുമ്പോ എപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ എല്ലാവർക്കും കണി കണ്ട വീടേ കണി കാണൂ. അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തെങ്ങിന്റെ അടുത്ത് പോയിട്ട് കണി കാണും. കാരണം അത്ര ജീവസുള്ള ഒരു സസ്യം അല്ലെങ്കിൽ ഒരു ഫലം തരുന്ന ഒരു വൃക്ഷം എത്രത്തോളം
ശരിക്കും മഹത്വം കൊടുക്കേണ്ടതാണ്. ആ മഹത്വമാണ് നമുക്ക് അനുഭവമായി തരുന്നത്. ഇതുപോലെ നമ്മൾ കണ്ടും അറിഞ്ഞും കേട്ടും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല വൃക്ഷങ്ങൾ നൽകുന്ന മാവും പ്ലാവുമാണ് നമ്മളെ ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടത്. അതിനു വേണ്ടി നമ്മുടെ മനസ്സിപ്പോ പോയത് നമ്മളോട് വളരെ രമ്യതോടുകൂടി സ്നേഹത്തോടുകൂടി വരുന്ന പക്ഷികളെയും, അല്ലെ, ആടിനെ വളർത്തിനോ അല്ലെങ്കിൽ കോഴിയെ വളർത്തുന്നു, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത് എവിടെയാണ്? സത്യത്തില് ഈ സസ്യങ്ങളൊന്നും കിട്ടാത്ത പ്രദേശത്ത് ഒരു പക്ഷെ തന്റെ ജീവൻ നിലനിൽക്കാൻ അങ്ങനെ കഴിക്കേണ്ടി വന്നിരിക്കാം. അത് കണ്ട് നമ്മൾ ഇതെല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടാവുമ്പോ ഈ സാത്വിക ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നമ്മള് ഇതുപോലെയുള്ള അന്യഭക്ഷണം, നല്ല പളുങ്ക് പോലെയുള്ള വെള്ളത്തിലെ മീനുകൾ കളിക്കണ കാണാൻ എന്തൊരു രസമാണ്. അതിനെ ശ്വാസം മുട്ടിച്ച് നമ്മൾ കൊന്ന് അതിനെ ഉപ്പിട്ടൊക്കെ ഉണക്കി മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാകം ചെയ്തിട്ട് അതൊരു വടിമുറി പോലെ ഓരോ സ്ഥലത്തും എത്തിച്ച് അത് ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടത് അതുപോലെയുള്ള ഒരു കഷ്ടകാലം വരുന്ന സ്ഥലങ്ങളിലാവട്ടെ. പക്ഷെ ഭാരതത്തിനെ സംബന്ധിച്ച് അതുപോലൊരു ആവശ്യം ഒരിക്കലും ഇല്ല. കാരണം നമ്മളെ മനുഷ്യൻ അഹങ്കരിക്കുന്നതാണ് ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്. സത്യത്തിലല്ല, ഇതെല്ലാം നോക്കി വളർത്താൻ ഏറ്റവും വലിയ ബുദ്ധിശാലിയാണ് ഞാന്. എല്ലാവർക്കും ബാലൻസ് ആയിട്ട് ജീവിക്കാൻ അനുവദിക്കേണ്ടതാണ് ഞാന്. എല്ലാ സ്ഥലത്തും ഭൂമിയുടെ എല്ലാ സ്ഥലവും ശുദ്ധീകരിക്കാനാണ് ഈ വായുവും മഴയും എല്ലാം, ആകാശം വരെ ഈ സൂര്യരശ്മി വരെ ഇവിടെ ശുദ്ധീകരണം നടത്തുന്നു. നമ്മളായിട്ടുള്ള മലിനീകരണങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രകൃതിക്ക് പോലും എന്താണ് പറ്റുന്നത്? പിന്നെ ഒരു വലിയ പേമാരി വന്ന ഒരു മഹാപ്രളയം വരുമ്പോഴാണ് നമ്മളുടെ ഈ അഴുക്കുകളെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രളയം വരുന്നത് എന്തിനാണ്? ഈ ഭൂമി ശുദ്ധീകരിക്കാൻ. പിന്നെ പ്രകൃതി തത്വമായിട്ടുള്ള ആ പ്രകൃതിയുടെ രചയിതാവിന് അത് മാത്രമേ സാധിക്കൂ. എന്തെല്ലാം പാറിപ്പറന്നു പോണോ അത് കൊടുങ്കാറ്റായിട്ടും എവിടേക്കോ വെള്ളത്തിന് ഇതുണ്ടെങ്കിൽ അവിടുന്ന് പറയില്ലേ, ഭൂമി കുലുക്കമായിട്ടും അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിട്ടും അല്ലെങ്കിൽ കടലിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും താളം തെറ്റിച്ചിട്ടെങ്കിലും ഈ പ്രകൃതിയെ ബാലൻസ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം പ്രകൃതിയുടെ രചയിതാവിന് ചെയ്യേണ്ടി വരേണ്ടത്. കാരണം പഞ്ചതത്വങ്ങളും അതിനെ ഏകീകരിക്കുക. അവര് സ്വമനസാലാണ്. ഒരിക്കലും പറയും ഭഗവാൻ പ്രേരണ കൊടുക്കുക പറഞ്ഞ ഇന്നത്തെ അന്തരീക്ഷത്തിൽ തന്റെ കർത്തവ്യം എന്താണ് അവർക്ക് തന്നെ തോന്നുക. അവരവരുടെ കർത്തവ്യത്തിന് അനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഇന്ന് നമുക്കും എന്താ പറയാ പിടിച്ചു നിൽക്കാത്ത. നമുക്ക് ഒരു കാര്യത്തിനെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലെ? ഇന്ന് രാത്രി നല്ല ഉറക്കം വരുന്ന ദിവസമാണ്. ഇന്ന് വെളിച്ചാവാതിരിക്കട്ടെ, സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ. ആ സമയമാവുമ്പോ ഓരോ മാസങ്ങൾക്കും ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചിട്ട് എത്ര സമയത്താണ് ഉദയം നടക്കേണ്ടത്, ആ ഉദയം മുൻകൂട്ടി പോലും, അല്ലെ, ജ്യോത്സ്യന്മാരായിട്ടും പ്രകൃതിയുടെ തത്വങ്ങൾ അറിയുന്നവർ മുൻകൂട്ടി കാണാം. ആ സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത്, ആ സമയത്താണ് സൂര്യൻ അസ്തമിക്കുന്നത്. പ്രകൃതിയുടെ നിയമപ്രകാരം മഴ വരാനും ഒരു സമയമുണ്ട്. മഴക്കാലം, വസന്തവും ഗ്രീഷ്മവും എല്ലാത്തിനും ഓരോരോ കാലം മാറി വരേണ്ടി വരുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു തത്വങ്ങളുടെ ഇംബാലൻസ് ഇല്ലെങ്കിൽ ആ ബാലൻസ് ആക്കാൻ പ്രകൃതി പോലും ഒരുങ്ങുക. അപ്പൊ മനുഷ്യൻ ഒരുങ്ങിയില്ലെങ്കിൽ പ്രകൃതിയുടേതായിട്ടുള്ള താളങ്ങളില് താളതാണ്ഡവമായി മാറും. അതാണ് കലികാലത്തിന്റെ അവസാനത്തില് എല്ലാ തത്വങ്ങളും വിപരീത ബുദ്ധിയായി മാറും. വിപരീതം പറഞ്ഞ രീതിക്ക് അപ്പുറമായിട്ട് മാറും. കാരണം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സാങ്കല്പികമായ എല്ലാ കഴിവുകളും ദുരാവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആരും നമ്മളോട് പ്രതികരിക്കുന്നതും എങ്ങനെയായിട്ടായിരിക്കും? വിപരീതമായിട്ടായിരിക്കും. അങ്ങനെ ഒരു വിപരീതമായ കാലഘട്ടം കലിയുഗത്തിൽ നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രേശ്വരന്മാരെയും ഇനിയും പാലിച്ച് ഉയർത്തി. ഈ ക്ഷേത്രങ്ങൾ നന്നായാൽ പോരാ, നമ്മൾ നന്നാവണം. നമ്മൾ നന്നാവാൻ നമ്മുടെ ഉള്ളിലും ആത്മീയമായ ഉണർവും ഉത്സാഹവും നമ്മളായി ഉണർത്തിയെടുത്ത് നമ്മുടെ മനസ്സ് നല്ലതിന്റെ കൂടെ ഏകീകരണത്തിന്റെ മുന്നില് ഏകാഗ്രമായിട്ട് നിർവിഘ്നമായിട്ട്, അല്ലെ, ഒരു യുദ്ധങ്ങളും ഇല്ലാത്ത മനസ്സിലൂടെ യാത്ര ചെയ്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ യാത്രയും സുഗമമാവും. എന്റെ ജീവിതത്തിന്റെ യാത്ര സുഗമമായില്ലെങ്കിൽ ഞാൻ ആവലാതിപ്പെടുന്നതും ഭഗവാനോടാ. ഇവിടെ മഴ അധികം പെയ്താലും ഭഗവാനോടാ പറയണ്ടേ, മഴ പെയ്തില്ലെങ്കിലും ഭഗവാനോടാ പറയണ്ടേ. അപ്പൊ നോക്കൂ, നീ ചെയ്യേണ്ട കർമ്മങ്ങൾ ശരിയാണോ ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ ഭഗവാന് തോന്നുമ്പോ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ധ്യാനത്തിലിരിക്കുമ്പോ
ഞാൻ ചെയ്ത കുറവുകളെല്ലാം എൻ്റെ ഉള്ളില് മനസ്സിലാവും. എനിക്ക് എന്തെല്ലാം ധാരണകളാണോ ഭഗവാൻ തരുന്നത്, ഒരു ഗുരുവിനെ പോലെയും ഒരു ടീച്ചറെ പോലെയും നമുക്ക് മാർഗദർശനങ്ങൾ തരേണ്ടത്, അച്ഛനെ പോലെ പാലിക്കും. അതെല്ലാവരുടെ മുന്നിലും ഭഗവാൻ അച്ഛൻ തന്നെയാണ്. പക്ഷെ ടീച്ചറായിട്ടും ഗുരുവായിട്ടും നമുക്ക് ആർക്കേ ഉള്ളൂ? വിജ്ഞാനത്തെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ ഭഗവാൻ ടീച്ചറാവൂ. കാരണം ഭഗവാൻ കൊടുത്തതൊക്കെ എന്തിനേ വേണ്ടു? നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലായിരിക്കും വിജ്ഞാനങ്ങള്. ഭഗവാനെ നമുക്ക് നേരിട്ടിട്ട് ജ്ഞാനം എടുക്കുന്നത് തന്നെയാണ് ധ്യാനം. ധ്യാനം ചെയ്താല് ധന്യമാക്കാൻ പറ്റും. സ്വയത്തിനെ ധന്യമാക്കിയാൽ അനേകരെ ധന്യമാക്കാൻ. ഞാൻ ഇവിടെ ഇരുന്ന് എത്ര നേരം ഈശ്വര സങ്കല്പത്തോടു കൂടി ധ്യാനത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നു. എന്റെ മനസ്സിന്റെ സങ്കല്പങ്ങൾ എത്ര പോസിറ്റീവായിട്ടാണോ നിർമ്മിക്കപ്പെടുന്നത്. കാരണം ഒരിക്കലും ധ്യാനത്തിൽ മനസ്സിനെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരിക്കലും സാധിക്കില്ല. നല്ലതിലേക്ക് വഴി തിരിച്ചു. വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിനെ കെട്ടി നിർത്തുകയല്ല, വെള്ളത്തിന് പോവാനുള്ള വഴി കൊടുക്കുകയാണ്. കാരണം മനസ്സിന് ഏത് വഴിയാ പോകേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ അതാണ് പോസിറ്റീവ് സങ്കല്പങ്ങൾ. നമ്മൾ രാജയോഗ ധ്യാനമാകുമ്പോഴും ആദ്യ പടിയിൽ നമ്മുടെ ആത്മബോധത്തിൽ ഇരുത്താൻ പഠിച്ച എങ്ങനെ മനസ്സ് പോകണം എന്നുള്ളത് നമ്മളൊരു കമന്ററി പോലെ. കാരണം പല സമയത്ത് നമുക്ക് സങ്കല്പങ്ങൾ പോസിറ്റീവായിട്ട് രചിക്കാൻ നമ്മൾ മറ്റുള്ളവരുടെ പ്രേരണയാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്വന്തം തന്നെ ഈ സാങ്കല്പികത ഉണ്ടാക്കിയിട്ട് രചനകളിലൂടെ പോയാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ മനസ്സ് പൂർണ്ണമായും മൗനമാവും. അവിടെ ആ മൗനമാവുമ്പോഴാണ് ഈശ്വരീയ ശക്തികളുടെ ടച്ചിങ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ടച്ചിങ് കിട്ടിയാൽ നമുക്ക് കാച്ചിങ് പവർ, നമുക്ക് റിസീവ് ചെയ്യാൻ പവർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി മൗനത്തിലാവും. ആ മൗനമാണ് ശരിക്ക് എത്ര സമയം ഇരുന്നാലും ഞാനും ഭഗവാനായിട്ടുള്ള പരമാത്മാവുമായിട്ടുള്ള എനിക്ക് യോഗം കിട്ടി. ഏറ്റവും വലിയ രാജാവിന്റെയും രാജാവായ ഭഗവാനുമായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാന് ധ്യാനത്തില് നിരന്തരമായി ജ്ഞാനനിരതനായി മാറി എത്ര സമയം മണിക്കൂറുകൾ വരെ നമുക്ക് ഇരിക്കാൻ കഴിയും. പക്ഷെ നമ്മളൊരു കൃത്യസമയത്ത് നമ്മൾ അതിനനുഷ്ഠിച്ച ശേഷം നമ്മുടെ കർമ്മമണ്ഡലത്തിലും നമ്മുടെ കുടുംബത്തിലും ഞാൻ കൊടുക്കുന്ന വാതാവരണം വൈബ്രേഷൻ, എന്റെ മനസ്സിന്റെ സങ്കല്പം വൈബ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വീട്ടിലെല്ലാം നിറച്ച് ഞാൻ ഈ ഭൂമിയിൽ മുഴുവൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭൂമിയിലേക്ക് മുഴുവൻ ഈശ്വരീയ ശക്തികളുടെ ആ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. പറയുമ്പോ ആരൊക്കെ സാത്വിക മനോഭാവത്തിൽ ഇരുന്ന് ധ്യാനം ചെയ്യുന്നവരോ അവരുടെ അടുത്തേക്കൊക്കെ എന്റെ സങ്കല്പത്തിന്റെ വൈബ്രേഷൻസ് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സാ സേവനം എന്ന് പറയും. കാരണം രാജയോഗ ധ്യാനം ചെയ്യുന്നവർ ആദ്യം ചെയ്യുന്നത് മനസ്സാ സേവനം. കാരണം വാക്കുകൊണ്ട് സേവനം ചെയ്യാൻ അറിവുകൾ ഇനിയും എനിക്ക് വേണം. എന്റേതായിട്ടുള്ള ശരീരബോധം എന്നെ ചില അമർത്തലുകൾ ഉണ്ടാകും. ശരീരബോധത്തു നിന്നും അപ്പുറം ആത്മബോധത്തിൽ തന്നെ ഇരുന്നിട്ടുള്ള പ്രഭാഷണങ്ങളാണ് സുഭാഷിതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ സുഭാഷിതം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ശുഭത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം നോക്കൂ, എന്റെ വൈബ്രേഷൻ, നമ്മുടെ സമാന മനസ്കരുടെ എല്ലാവരുടെ ഉള്ളിൽ എത്തി ഈ സമാന മനസ്കരായിട്ടുള്ള ഒരു വൃന്ദം, ഒരു കൂട്ടം, ഒരു യൂണിയൻ, ഒരു സംഘടന ആ വിശ്വത്തിനെ മുഴുവൻ പ്രഭാവത്തിലേക്ക്, ഈ സംഘടനയുടെ സ്വഭാവത്തിലേക്കും പ്രഭാവത്തിലേക്കും നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ മനസ്സിനെ ശാന്തമാക്കൂ. ഞാൻ ആത്മജ്യോതി പരമാത്മാ ജ്യോതിയുമായി കൂടിച്ചേർന്ന് എന്റെ ജ്യോതി ആ പരമാത്മാ ജ്യോതിയിൽ നിന്ന് കത്തിക്കുന്നു. അതല്ലേ നമ്മള് ശിവരാത്രി ദിവസം ശിവന്റെ അമ്പലത്തിൽ പോയി, പരമേശ്വരന്റെ അമ്പലത്തിൽ പോയിട്ട് ആ ദിവ്യ ജ്യോതിയിൽ നിന്ന് കത്തിച്ചു കൊണ്ടുവന്ന് ആ ദീപം എല്ലാ വീട്ടിലും കത്തിക്കും. ചാണകമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഭസ്മാക്കി എടുക്കുക. ഭസ്മാണ് നമ്മളെ തിരുനെറ്റിയിലിടണം. അങ്ങനെ നമ്മുടെ ഉള്ളിലെ അശുദ്ധികളെ എല്ലാം ഭസ്മമാക്കുക. എല്ലാ പാപത്തിൽ നിന്നും മുക്തി നേടാൻ രാജയോഗ ധ്യാനം അഭ്യസിക്കണം. ഞാൻ പരമാത്മാവിന്റെ ശുദ്ധമായ സത്യമായ കൂട്ടായ്മയിൽ, കണക്ഷനിൽ ഞാൻ ശക്തി റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തിദായിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുണദായിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സങ്കല്പങ്ങൾ വിശ്വത്തിലെ എല്ലാ സഹോദരങ്ങളുടെ അടുത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടഗുണങ്ങളും അഷ്ടശക്തികളും എനിക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അവർക്ക് എല്ലാവർക്കും സർവത്ര ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ മനോഭാവത്തോടു കൂടി എത്ര സമയം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ, ഒരു 20 മിനിറ്റ് നേരം ഇതുപോലെയുള്ള സങ്കല്പത്തിന്റെ രചനകളിലൂടെ പോകൂ. എല്ലാവർക്കും സർവമംഗളങ്ങളും നേർന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാം ശുഭമാവട്ടെ. ശുഭാരംഭവും ശുഭാവസാനവുമായിട്ട് ഓരോ ദിനവും നിങ്ങളുടെ കഴിഞ്ഞു പോട്ടെ. വിശ്വശാന്തിക്ക് നമ്മള് പ്രാരംഭം കുറിച്ച ആ ധ്വനി ഏവർക്കും പാഞ്ചജന്യത്തിന്റെ ധ്വനിയായിട്ട് എല്ലാവരിലേക്കും എത്തിക്കട്ടെ. ഓം ശാന്തി, ഓം ശാന്തി, ഓം